ഇന്നാണെങ്കിൽ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. 2, 3 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ ഒതുക്കിയിട്ട് പോവാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാര്യം ഇത്രയും നാളും യാത്ര പോകുമ്പോൾ ആളുള്ള വീട്ടിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു യാത്ര പോകുന്നത്. 2, 3 ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. പയറുകളൊക്കെ അത്യാവശ്യം വള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3, 4 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് വല്ല കാറ്റ് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനത്തോടെ പോവുമല്ലോ. അങ്ങനെ ആ കമ്പൊക്കെ ഇന്നലെ തന്നെ ഞാൻ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന് കുത്തി വെച്ചതാണ്. ഇത് വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ആമ്പലാണ്. അത് ഏകദേശം പച്ച പിടിച്ചാണ് നിൽക്കുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കിന് എന്താവും എന്നറിയത്തില്ല. എല്ലാ ചെടികളൊക്കെ 2, 3 ദിവസം വെള്ളം ഇല്ലാണ്ട് 2, 3 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കൊക്കോ പീറ്റിനകത്താണ് മിക്ക ചെടികളെല്ലാം നട്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ബ്ലോക്ക് കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാക്കിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിങ്ങനെ പെരുകി വരും. അപ്പം നട്ടത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അതൊക്കെ ഒരു ചെടിച്ചട്ടിക്ക് അതൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മഴ വല്ലതും പെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഒഴുകി പോകുമല്ലോ. അങ്ങനെ അതിനെയൊക്കെ പെറുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കൊക്കോ പീറ്റിനകത്ത് നടന്നുകൊണ്ട് തന്നെ 2, 3 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ചെടികൾക്കൊക്കെ ആ ഒരു തണുപ്പ് നിൽക്കുവേ. അതിന് ശേഷമുള്ള കാര്യം അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചെടിക്കൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അടുക്കള മുറ്റത്തുനിന്ന് ഒതുക്കി തുടങ്ങുകയാണേ. ഇതപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആത്തച്ചക്കയാണ്. വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴത്തേനേ കുറേ റോസയുടെ കമ്പും ബൊഗൈൻവില്ലയുടെ കമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ബൊഗൈൻവില്ല എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശില്പ. ശില്പയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വെച്ചായിരുന്നു. നമ്മുടെ വീട്ടിലപ്പോൾ അത് വലിയ മരമായിട്ടുണ്ട്. അങ്ങനെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന ആ ഒരു വലിയ തണ്ടിൽ നിന്ന് ഒരു ചെറുതായിട്ട് അത് പൊടിച്ചു വരുന്നുണ്ടേ. അങ്ങനെ മുറ്റത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചെന്നേ പിന്നെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്നേ. അങ്ങനെ പെരയ്ക്കകമൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് ജോലികൾ കിടപ്പുള്ളതുകൊണ്ട് ഏതൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും എല്ലാം ചെയ്ത് തീർക്കാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സിലിക്ക ജെല്ലിനകത്ത് നമ്മൾ ഫ്ലവർ ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അതും ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മളിന്ന് പെട്ടിയൊന്നും പാക്ക് ചെയ്തില്ല എന്നുള്ള വിവരം ഓർത്തത്. അങ്ങനെ പൊക്കത്തിരുന്ന പെട്ടിയൊക്കെ വലിച്ചിറക്കിയേ. അതിനകത്താണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്ത കുറച്ച് ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പെട്ടി തുറന്ന് അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ എന്തായാലും ഞാൻ മറന്നു പോവും. അങ്ങനെ ലിസ്റ്റ് നോക്കി ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെക്കുകയാണേ. വീട്ടിൽ നിന്ന് ഒരു ദിവസം പോയാലും 9 ദിവസം പോയാലും എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണമല്ലോ. കാര്യം വീടാകുമ്പോഴത്തേനും നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളല്ലേ. അങ്ങനെ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണേ. ഇതാണെങ്കിൽ കുറച്ച് ഡ്രസ്സസൊക്കെ നമുക്ക് അയൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ച അയൺ ബോക്സ് കൊണ്ടുപോകാമെന്നായിരുന്നു. പക്ഷേ പെട്ടി പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അതിനകത്തുള്ള സ്ഥലം തികഞ്ഞില്ലേ. അങ്ങനെ കുറച്ച് ഡ്രസ്സസൊക്കെ നമുക്ക് അയൺ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഈ അയണിങ് ടേബിൾ ആണെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളി വന്നത്, കൊറിയർ വന്നെന്ന് പറഞ്ഞേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിഴിഞ്ഞ റോഡിലുള്ള മിലാഷു ഇല്ലേ അവിടെ പോയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ സർവീസ് വളരെ മോശമായതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ലേ. അങ്ങനെ നമ്മൾ നാച്ചുറൽസിൽ പോയി ത്രെഡ് ചെയ്യണമായിരുന്നു, ഫേഷ്യൽ ചെയ്യണമായിരുന്നു, ഹെയർ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യണമായിരുന്നേ. അങ്ങനത്തെ കുറച്ച് സർവീസസ് ഉണ്ടായിരുന്നു. നാച്ചുറൽസ് അങ്ങനെ ഭയങ്കര ബെസ്റ്റ് സർവീസ് ആയതുകൊണ്ടൊന്നും അല്ല അവിടെ പോണത്. നിലവിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന പാർലറൊക്കെ കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് ഇവിടെ പോണത്. പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്നൊരു സ്ഥലം. അങ്ങനെ പിന്നെ DTDസിലും കൊറിയറൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പോയി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഏകദേശം ഈവനിങ് ആയി ഇന്ന് ചോറൊക്കെ കഴിച്ചപ്പോഴത്തേനെ. അങ്ങനെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇന്ന് വെച്ച പയർ കറി ഉണ്ടായിരുന്നു. ഇത് വൻപയറാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വഴിമുക്കിലൊരു ചെരുപ്പിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി ചെരുപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ ഒരു 3/4 ഭാഗം ആയപ്പോഴത്തേക്കിനും എടുത്ത സാധനങ്ങളൊക്കെ ഞാനൊന്ന് ടിക്ക് ചെയ്ത് വെക്കുകയാണേ. ഇതിന് ശേഷം ഈ ഡയറി പിന്നെ നോക്കിയില്ല കേട്ടോ. പിന്നെ എല്ലാം കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാരി വലിച്ച് വെക്കുകയായിരുന്നേ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എഴുതി കുറിച്ചൊക്കെ പോകുന്നത്. കാര്യം ഇപ്പോൾ ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് എന്തായാലും ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും വിട്ടു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ പാക്കിങ് ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പെട്ടിയുടെ പാക്കിങ് പകുതി ആയതുകൊണ്ട് അപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു കസ്റ്റമറെ അവരുടെ വെഡ്ഡിങ് ഗാർലൻഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ലോട്ടസ് ആയിരുന്നു. ഇതിനകത്ത് ചെറിയ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തന്നെ നമുക്ക് സിലിക്ക ജെല്ലിനകത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റോസ് ഫ്ലവേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സിലിക്ക ജെല്ല് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവരും വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തോ ലിക്വിഡ് എടുത്ത് കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റെസിനാവുന്നേ. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ശരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ.
അങ്ങനെ ജെല്ലൊക്കെ ട്രൈ ചെയ്തിട്ട് പിന്നെ ഇത് കുറേ സമയം നമുക്ക് വെക്കാനായിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നപ്പോൾ സീമ ചേച്ചിയുടെ അടുത്ത് വരെ പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിക്കും ഉണ്ണിക്കുട്ടനൊക്കെ പനിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. ഞാനും ചേച്ചിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ തിരിച്ചു വന്നു. പിന്നെ വീട്ടിലെത്തി അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ. ഇത് നെയിൽ പോളിഷ് റിമൂവറാണ്. ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ പുതിയതായി ആദ്യമായിട്ടാണ് വാങ്ങണത്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ടൈഗർ ബാമൊക്കെ തേച്ച് ഇപ്പോൾ പനിയുടെ സീസൺ ആയതുകൊണ്ട് ഇതാണ് ലാസ്റ്റ് അഭയം എന്ന് പറയുന്നത്.